ഞാനിവിടെ ചെയ്യാൻ പോണത് റാഗി, ക്യാരറ്റ്, പുട്ടുപൊടിയാണ്. അതിലേക്ക് ആവശ്യം ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ കപ്പിൽ അരിപ്പൊടിയും ഒരു ചെറിയ കപ്പ് റാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ചെറു ചൂടുവെള്ളത്തിലേക്ക് നന്നായിട്ട് പുട്ടിന് കുഴയ്ക്കണ പോലെ നന്നായിട്ട് കുഴയ്ക്കുക. നല്ലോണം കുഴയ്ക്കുക. നല്ല ഹെൽത്തി ഫുഡാണ്. പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് രാവിലെ കൊടുക്കുക. അത് നന്നായിട്ട് കുഴയ്ക്കുക. അതിലേക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. പൊടി നനയണമല്ലോ നമ്മൾക്ക്. കുഴച്ചിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള നാളികേരം, 1 കപ്പ് നാളികേരം, അരിപ്പൊടി എടുത്താൽ 1 കപ്പ് നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് എടുത്തേക്കണത്, അത് എടുത്തിട്ട് ഞാൻ ആ ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആ ക്യാരറ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. 2-3 മിനിറ്റ് വഴറ്റുക. ഇത് പിള്ളേർക്ക് വയറിനൊക്കെ നല്ലതാണ്. എല്ലാത്തിനും ചെറിയ പിള്ളേർ പുട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ. ഇതൊക്കെ കൂടെ കൂട്ടി പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ അവരങ്ങനെ കഴിച്ചോളും. ഞാൻ രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ ഞാൻ ഉണ്ടാക്കാറ്. നന്നാക്കി കുഴച്ച് ഇത് അതിലെ ക്യാരറ്റ് ആ റാഗിപ്പൊടിയിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചറ്റപ്പുട്ട് ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ആ പൊടി വാരിയിട്ട് ഗ്യാസുമ്മ കുക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് വെച്ച് ആവി ഉള്ളിച്ച് സാധാ പുട്ട് ഉണ്ടാക്കണ പോലെ അതേ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ഹെൽത്തി ഫുഡാണ്. രാവിലെ പിള്ളേർക്ക് കൊടുക്കുക. അത് രാവിലെ പിള്ളേർക്ക് എല്ലാ പിള്ളേരും